അമ്മ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടെ വരുന്നത്. അച്ഛനില്ലാത്ത വിഷമം അമ്മ ഞങ്ങളെ അറിയിച്ചിട്ടില്ല ഇതുവരെ. കൂട്ടുകാരന്മാർ കളിക്കാൻ വിളിക്കുന്നതാണെങ്കിലും എനിക്കിവിടെ വന്ന് നിൽക്കുന്നതാണ് ഇഷ്ടം. പിള്ളേർ ബുദ്ധിമുട്ട് അറിഞ്ഞ് വളരണം. പൈസയുടെ വിലയും വീട്ടിൽ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെല്ലാം അറിഞ്ഞു വേണം വളരാൻ. കാരണം നാണക്കേട് വിചാരിച്ചിരുന്നാൽ നമുക്ക് ആര് തരാനാണ്? നമുക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന് ഒരു നാണക്കേടും ഇല്ല, ഒരു നാണക്കേടും ഇല്ല. നമസ്കാരം. അവധി സമയങ്ങളിൽ നാരങ്ങ വെള്ളം കച്ചവടം ചെയ്യുകയാണ് സിന്ധു എന്ന ഈ ചേച്ചിക്ക് 3 കുട്ടികളാണ്, ഭർത്താവില്ല. മക്കളെ വളർത്താൻ വേണ്ടിയാണ് ഈ ഒരു ജോലി ചേച്ചി തിരഞ്ഞെടുത്തത്. ഈ മോനെ കണ്ടപ്പോഴും സത്യം പറഞ്ഞാൽ അഭിമാനം തോന്നുന്നു. വെക്കേഷനാണ്. ഈ വെക്കേഷൻ സമയത്ത് കൂട്ടുകാർക്കൊപ്പം കളിച്ച് സമയം കളയാതെ അവൻ്റെ അമ്മയെ സഹായിക്കാനായിട്ട് വന്നു നിൽക്കുകയാണ് ഈ മോൻ. രാവിലെ എത്തുന്ന മോൻ വൈകിട്ടാണ് പോകുന്നത് അല്ലേ. കളിക്കാൻ പോലും പോകത്തില്ല, അമ്മയ്ക്കൊപ്പം കൂട്ടിരിക്കുകയാണ് ഈ പൊന്നുമോൻ. നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ കുട്ടികളാണെങ്കിൽ ഇത്തിരി സമയം ഉണ്ടെങ്കിൽ ഒന്ന് ഈ മൊബൈൽ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ക്രിക്കറ്റോ എന്തെങ്കിലുമോ കളിച്ചുകൊണ്ടിരിക്കും. അതിനൊന്നും പോവാതെ അമ്മയെ സഹായിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് ഈ മോൻ. നമുക്കപ്പോൾ ചേച്ചിയോട് ഈ ഒരു നാരങ്ങാവെള്ള കച്ചവടത്തിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചറിയാം. പല സ്ത്രീകളും അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, എന്നെ പലരും വിളിച്ചതുപോലെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എവിടെയെങ്കിലും ജോലിക്കൊന്ന് എവിടെയെങ്കിലും കടകളിലെങ്ങാണോ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പല കടകളിലെ ഒഴിവ് വന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങാനൊരു ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം, സ്ത്രീകൾ അവർക്ക് ജോലിക്ക് പോകണമെന്നുണ്ട്, പക്ഷെ അവരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്ന സ്ത്രീകളാണ് കൂടുതലും. നമ്മളൊരു ജോലിക്ക് ഇറങ്ങുമ്പോൾ അത് കഷ്ടപ്പെടണമെന്നുള്ളൊരു ഉദ്ദേശത്തോടെ വേണ്ട ഇറങ്ങാൻ. അപ്പോൾ പലരും പറയും കടകളിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് 5 മണി വരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ തുണിക്കടയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും മാക്സിമം 8 മണി വരെ, സീസൺ വരുമ്പോൾ ചിലപ്പോൾ 11 മണി വരെയൊക്കെ നിൽക്കേണ്ടി വരും. ഓരോ സ്ത്രീകളും അങ്ങനെ വീട്ടിൽ അങ്ങനെ ഇരിക്കരുത്. ഇപ്പോൾ ഒരാൾക്ക് വീട്ടിലിപ്പം പുരുഷന്മാർക്ക് ജോലി ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് വരും. ഇപ്പം ഒരുപാട് സ്ത്രീകളിപ്പോൾ ലോണൊക്കെ എടുത്ത് അടവ് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ സ്ത്രീകളെല്ലാം മുന്നോട്ട് ഇറങ്ങണം. മാന്യമായ എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സ് കാണിച്ചാൽ മതി സ്ത്രീകൾ. ഇല്ല, ഒരു നാണക്കേടും ഇല്ല. കാരണം നാണക്കേട് വിചാരിച്ചിരുന്നാൽ നമുക്ക് ആര് തരാനാണ്? നമുക്ക് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന് ഒരു നാണക്കേടും ഇല്ല, ഒരു നാണക്കേടും ഇല്ല. സുഖമായിട്ട് ജീവിക്കുക എന്ന് വെച്ചാൽ വലിയ പണക്കാരൊന്നും ആവാൻ പറ്റത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ നടന്നു പോകും, പട്ടിണിയില്ലാതാണ്, കടങ്ങളില്ലാതെ. മെയിൻ എന്ന് വെച്ചാൽ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിച്ചു പോകുക എന്നുള്ളത്. ഇവൻ രാവിലെ എഴുന്നേറ്റ് എന്നെക്കാട്ടി മുന്നേ ഒരുങ്ങുന്ന ഇവനാണ്. പിന്നെ വന്ന് ഇവൻ തന്നെ പോയി കല്ലുംകടവിൽ പോയി ഐസ് എടുത്തുകൊണ്ട് വരുന്നതും, മേളിൽ സ്കൂളിലാണ് ഞാൻ സാധനം എല്ലാം വയ്ക്കുന്നത്, അവിടെ പോയി ഇതെല്ലാം വാരിക്കൊണ്ടുവന്ന് ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന അവനാണ്. ഇവിടെ തണ്ണിമത്തൻ എരിയാനും മുന്തിരി എരിയാനും എല്ലാം പകുതി ആശ്വാസമാണ് എനിക്ക്. മൂത്താൾ വരുവാണെന്നുണ്ടെങ്കിൽ അവനെ ഇവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്. അവൻ നടത്തിക്കോളും കച്ചവടം. അറിയാം, നല്ലപോലെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. പിള്ളേർ ബുദ്ധിമുട്ട് അറിഞ്ഞ് വളരണം. പൈസയുടെ വിലയും വീട്ടിൽ രക്ഷകർത്താക്കൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടെല്ലാം അറിഞ്ഞു വേണം വളരാൻ. അറിയിക്കണമെന്നുള്ളതാണ്, അവരെ അറിയിക്കണം. ഇവിടെ ആരെങ്കിലും വന്നാൽ തന്നെ തണ്ണിമത്തൻ എടുത്ത് കൊടുക്കുന്നതും പൈസയുടെ ബാക്കി കൊടുക്കുന്ന എല്ലാം അവനാ. ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ, എനിക്ക് കളിക്കാൻ പോകണമെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെ, അങ്ങനെ തോന്നരുത്. അത് മാന്യമായിട്ട് ഇപ്പോഴേ കുട്ടികൾക്ക് അങ്ങനെ ഒന്നും തോന്നാൻ പാടില്ല. അച്ഛനില്ലാത്ത വിഷമം അമ്മ ഞങ്ങളെ അറിയിച്ചിട്ടില്ല ഇതുവരെ. വിശപ്പ് എന്താണെന്ന് അറിയിച്ചിട്ടില്ല. ഉടുക്കാൻ തുണിയുണ്ട്, എല്ലാം ഉണ്ട്. കൂട്ടുകാരന്മാർ കളിക്കാൻ വിളിക്കുന്നതാണെങ്കിലും എനിക്കിവിടെ വന്ന് നിൽക്കുന്നതാണ് ഇഷ്ടം.